10 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രസിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരുന്ന് ചിരിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, അവർക്കെതിരെ സസ്പെൻഷൻ ഓർഡർ കൊടുത്ത മുഖ്യമന്ത്രി വിജയ്ക്ക് ഇരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാസങ്ങളോളം പിടിക്കും ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാനോ എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടു പഠിക്കണമെന്നാണ് പറയാനുള്ളത്. പോലീസുകാരുടെ കാര്യം മാത്രമല്ല, ആ കുറ്റം ചെയ്ത ആളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ട് അവര്. പിന്നെ പോലീസുകാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് നല്ലത് പറയുന്നവരുണ്ട്, ചീത്തത് പറയുന്നവരുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരുപാട് കേസുകളും കാര്യങ്ങളുമാണ് ഓരോ ദിവസങ്ങളായിട്ട് അവര് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊന്നും വലിയ പുത്തരി ആവില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ആ ഒരു സില്ലി മൈൻഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്തൊക്കെ വന്നാലും നമ്മളൊരു മരണ വീട്ടിൽ പോവുകയാണ് വിചാരിക്കുക, അവിടെ പോയിട്ട് നമ്മളാരും ചിരിക്കില്ലല്ലോ, സാമാന്യ മര്യാദ കാണിക്കല്ലോ. അതേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിൽ നോട്ട് ഡിസൈഡ് യുവർ പേഴ്സണാലിറ്റി എന്നൊരു സംഭവം ഉണ്ടല്ലോ. എന്തൊക്കെ രീതിയിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ആറാട്ടന്റെ അവസ്ഥയായിരിക്കും. എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ കാണിക്കുന്ന മൊണ്ണത്തരങ്ങൾ. അതോടൊപ്പം തന്നെ മരിച്ച കുട്ടിയുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. 10 വയസ്സായ കുട്ടി വീടിന്റെ പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ ഇവരുടെ തന്നെ മുമ്പ് വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരാള് മിഠായി വാങ്ങിത്തരാമെന്നുള്ള കാരണം കൊണ്ട് ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയും അവിടെ ഒഴിഞ്ഞൊരു പ്രദേശത്ത് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നിട്ട് അവിടെ തന്നെ കൊന്നിടായിരുന്നു ഒരു പൊട്ടക്കിണറ്റില്. കുറ്റം ചെയ്തതിന് ശേഷം പ്രതി കൂളായിട്ട് പരിസര പ്രദേശത്ത് നടക്കുകയും വൈകുന്നേരം ആയപ്പോൾ കുട്ടിയുടെ അച്ഛൻ വരുമ്പോഴാണ് കുട്ടി മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവുന്നത്. ആ സമയത്ത് തന്നെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തപ്പോ എല്ലാവരും വന്നിട്ട് അന്വേഷണവും കാര്യങ്ങളെല്ലാം പോലീസുകാരും നാട്ടിലെ ആൾക്കാരും അതോടൊപ്പം തന്നെ ഈ പ്രതിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ കാര്യം. അന്വേഷണത്തിന്റെ ഭാഗമായി ആ ഏരിയയിലെ CCTV കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്തപ്പോ ആളെ കിട്ടി. ആള് കുട്ടിയുമായിട്ട് ബൈക്കിൽ പോകുന്ന വിഷ്വൽസ് കിട്ടി. അത് മതിയല്ലോ. അങ്ങനെയാണ് ഈ പ്രതിയെ പിടിക്കുന്നത്. പ്രതിയെ പിടിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഇത് ഇയാൾ ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്തതല്ല, ആ പ്രദേശത്തെ തന്നെ ഒരു 40 വയസ്സായ ആളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണെന്ന് മനസ്സിലായത്. അപ്പൊ ഇത്രയും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്ന ഒരു കാര്യം, പ്രസ് മീറ്റിൽ ഉയർന്ന പോലീസുകാർ വന്നിട്ടാണ് ഇത് പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചും കളിച്ചും കൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലൊരാൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല, വരാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പ്രതിയെ തൂക്കിലേറ്റുന്നത് വരെ എന്റെ മകളുടെ ശരീരം അടക്കം ചെയ്യരുത് എന്ന്. അതോടൊപ്പം തമിഴ്നാട് CM അവരെ കാണുകയും വേണമെന്ന് പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ ഇതൊന്നും കേൾക്കാതെ പുറം ഭാഗത്തൂടെ ആംബുലൻസ് കൊടുത്തിട്ട് അവിടെ ദയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഈ അമ്മ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാനുള്ളത്. என்னோட பொண்ணு தான் இறந்து போனது. இப்போ நான் இப்போ அந்த கோரிக்கை இப்போ வந்து எதுக்கு வைக்கிறேன்னா, என் கணவர் மேலே தான் இப்போ கோரிக்கை நான் வைக்கிறேன். என் பொண்ணு இறந்து போயிடுச்சு. நேற்று போஸ்ட்மார்ட்டம் பண்ணி குழந்தைய என் கண்ணில் இன்ன வரைக்கும் காட்டவே இல்லை. நேற்றுலாம் எனக்கே தெரியாமல் பின்வாசல் வழியாக என் குழந்தைய ஆம்புலன்ஸில் எடுத்துகிட்டு போய் நான் இங்கேருந்து போகிறக்குள்ள நான் இங்கேருந்து ஃபோன் பண்ணுறதுக்கு இடையில எங்கே ஆம்புலன்ஸை காணோம், அம்மா எனக்கே தெரியாமல் இந்த குழந்தைய வாங்கிட்டு போயிட்டீங்களா அப்படின்னு சொன்னாங்காட்டி ஃபோனை கட் பண்ணி ஃபோனை சுவிச் ஆஃப் பண்ணி வச்சுட்டாங்க. அதுக்கப்புறம் நாங்களாம் பின்னாடி கார் பிடிச்சி கரெக்டாக 8 மணிக்கு நாங்கள் போக நாங்கள் ஃபோன் எல்லாத்துக்கும் சொந்தக்காருக்கு ஃபோன் பண்ணுறப்போ நாங்கள் போயிட்டுருக்கோம் மட்டும் தான் சொன்னாங்க. நாங்கள் இங்கேருந்து அங்கே போகிறக்குள்ள அம்மாவோட சம்மதமே என்னோட சம்மதமே இல்லாமல் என் பிள்ளைய வந்து எரிச்சிட்டாங்க. குழந்தைய நான் கண்ணில் பார்க்கவே இல்லை. എന്റെ ഒരു സമ്മതം എന്നോട് സമ്മതം ഇന്നും കൂടെ കേൾക്കുമില്ല. എന്നോട് സമ്മതം. സംഭവം നടന്നതിന് ശേഷം ആ ബോഡി പോലും അവരെ കാണിക്കാതെയാണ് വീടിന്റെ ബാക്ക് കൂടി ആംബുലൻസ് കൊടുത്തിട്ട് അവരെ ദയിപ്പിച്ചതെന്ന്. അവരുടെ സമ്മതത്തോടു കൂടിയല്ല ചെയ്തതെന്നാണ് പറയുന്നത്. ആൾക്കാർ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം അതല്ല, കുട്ടി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രസ് മീറ്റ് കൂടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്നത് എന്നുള്ളത് என்ன வாங்கவே இல்லை. இந்த சைட்ல இருந்து என்னன்னா, நாங்க ஃபர்தரா எதுவும் ஆக்ஷன் எடுக்கணும் அப்படின்னா, திடீர்னு ஏதாவது டேட்டாஸ் தேவைப்படுதுன்னா பாப்பாவோட உடல் திடீர்னு என் குழந்தையோட மறக்காம ஒரு ஏதாவது அது வந்து எடுத்து செக் பண்ணணும், குழந்தையோட நோண்டி எடுக்கணும் அப்படின்னா குழந்தையோட பாடி எங்க கிட்ட இல்லை. என்னோட சம்மதமே இல்லாம வந்து குழந்தைய வந்து எரிச்சிட்டாங்க. இப்போ திடீர்னு எனக்கு அது தேவைப்பட்டா நான் எங்க போறது? திடீர்னு குற்றம் யாராவது மேல இருந்து என்ன കണ്ടുപിടിക്കുന്നത്, யாரை വെച്ച് ഞാൻ കണ്ടുപിടിക്കുന്നത്? ഇനി എങ്ങാനും ഫ്യൂച്ചറിലെ ഇൻവെസ്റ്റിഗേഷനിൽ ബോഡിയിലെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമായി വരികയാണെങ്കിൽ ഫോർ പ്രൂഫിന് അല്ലെങ്കിൽ ബോഡിയിലെ എവിഡൻസ് കളക്ഷന് ഇനി ബോഡി കിട്ടില്ലല്ലോ, കാരണം ബോഡി ദയിപ്പിച്ച് കളഞ്ഞില്ല എന്നാണ് ചോദിക്കുന്നത്. எதை வச்சு நான் கண்டுபிடிக்கிறது எதை வச்சு நான் கண்டுபிடிக்கிறது? அதுவும் இல்லாம பெத்த தாய் கிட்ட குழந்தைக்கு காட்டவே இல்லை. முதல்ல வந்து கணவர் மேலேயும் நான் குத்தம் சொல்லுவேன், கணவர் கூட இருக்கிறவங்க சொந்தக்காரவங்க மேலேயும் நான் குத்தம் சொல்லுவேன். அவங்க எல்லாமே சொல்லிதான் பெத்த தாய் எங்கிட்டயே காட்டாம பின்வாசல் வழியா எடுத்துட்டு போயிட்டாங்க. கொஞ்ச நேரத்துக்குள்ள அவங்க கிட்ட இன்னும் இந்த 1 மணி நேரத்துல எங்க கணவர் கிட்ட என்ன பேசினாங்க ஏது பேசினாங்கன்னு எனக்கு தெரியல. பேசி எனக்கே தெரியாம நான் கையெழுத்து போட மாட்டேன்னு சொன்னாங்கட்டி என்கிட்டயே சொல்லாம அவரு எனக்கே தெரியாம அவர் கையெழுத்து போட்டு பாடி வாங்கிட்டு போயிருக்காங்க. പെറ്റ അമ്മയെ പോലും
കാണിക്കാതെയാണ് ആ കുട്ടിയുടെ ബോഡി കൊണ്ടുപോയിരിക്കുന്നത്. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് കിട്ടണമെങ്കിൽ സിഗ്നേച്ചർ വേണമല്ലോ, അതുപോലെ ഞാനല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഹസ്ബൻഡ് സിഗ്നേച്ചർ ഇട്ട് കൊടുത്ത് ബോഡി പിൻവാതിൽ കൂടെ കൊണ്ടുവന്ന് ദയിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. நீங்க ஸ்டார்டிங்ல சொன்னது உடலை வாங்க மாட்டோம், எங்களுக்கு நீதி கிடைச்சது அப்ப சொன்னீங்க. ஆனா அதுக்கப்புறமா என்ன சொன்னீங்கன்னா நாங்களும் சம்மதிச்சிட்டோம். நீங்க சொன்னது நாங்க பேச்சுவார்த்தை நடத்தினாங்க, அதுக்கப்புறம் நாங்களும் சம்மதிச்சிட்டோம், பாடி வாங்க போறோம் தான். பாடி வாங்க சொல்லி நான் என்ன சொன்னா, என் பிள்ளைக்கு நீதி வேணும், அவன் செத்ததுக்கு அப்புறம் தான் என் பிள்ளையோட பாடி நான் வாங்கி அதுக்கு என்ன பண்ணணுமோ அதை நான் அடக்கம் பண்ணுவேன், அது வரைக்கும் நான் வாங்க மாட்டேன், நான் கையெழுத்து போட மாட்டேன். இன்ன வரைக்கும் எந்த நான் பேப்பர்ல கையெழுத்து நான் போடவே இல்லை. அமைச்சர் சம்பத் வந்து உங்களை பார்க்கும்போது நீங்க இருந்தீங்களா மேட்டூர்ல? குழந்தைய நான் கொண்டு போயிட்டாங்க, பின்னாடி நாங்க கார்ல போனோம், நாங்க போறக்குள்ள எரிச்சிட்டாங்க. அதை நாங்க கேட்கறதுக்கு போனதுக்கு என்னை அடிக்கிறதுக்கு வராங்க. எதுக்கு அடிக்கிறதுக்கு வரணும்? என்ன பிரச்சனை உங்களுக்கும் என்னை வந்து கையெழுத்து போட சொன்னாங்க. நான் கையெழுத்து போட மாட்டேன், நான் என் குழந்தையோட பாடியை நான் வாங்க மாட்டேன், அவனுக்கு ஒரு நீதி கிடைக்கணும், சிஎம் வந்து எங்கிட்ட பேசணும் அப்படின்னு நான் நினைச்சிட்டு நாங்களா கொண்டிருந்தோம். ஆனா அது ലാസ്റ്റ് വരെക്കും നേരത്തെ നടക്കല. അതോടൊപ്പം തന്നെ അവിടെ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി കാണാതെ ആയിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, അത്ര സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടായിരുന്നു, കുട്ടിനെ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ ആണ് അമ്മ പിന്നീട് പറയുന്നത്. അതെന്തായാലും കേട്ട ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. குழந்தை வந்துட்டு சாயந்தரம் 5 மணிக்கு காணாம 5:30 மணிக்கு. ஆனா நீங்க அதுக்கப்புறம் வந்து பாத்தீங்கன்னா உங்க அப்பா வந்துட்டு வேலையை முடிச்சுட்டு வந்துதான் தொலைவிருக்காரு. நீங்க அது வரைக்கும் வந்து இந்த குழந்தை மிஸ் ஆனது கூட தெரியாம நீங்க எப்படி இருந்தீங்க? எப்படி சொல்றது, இது வந்து இத்தனை நாள் நான் சொல்லக்கூடாதுன்னு இருந்தேன். அவர் வந்து ஃபுல்லா தண்ணி அடிப்பாரு, சரிங்களா, நான் சொல்லிடுறேன். நான் அவர் தண்ணி அடிக்கிறப்போ என்ன பண்ணிருக்காரு, முந்தானத்து அவர் குழந்தை காணாம போறக்க ஒரு நாளைக்கு முன்னாடி கருப்பு கலர் ஜூஸ் நம்ம ஜூஸ்ல வந்து வாங்கிட்டாங்க, ஃப்ரிட்ஜுக்குள்ள வச்சிருக்காரு. அது எங்களுக்கு தெரியல. தெரியாதப்ப என்ன பண்ணிக்க, எல்லா வேலையும் நான் முடிச்சுட்டு தூங்கி எந்திரிச்சிட்டு ஒரு 2 மணி இருக்கும். 2 மணிக்கு எந்திரிச்சு சரி ரொம்ப தொண்டையில வந்திருக்கு, சரி ஜில்லுன்னு ஃப்ரிட்ஜுக்குள்ள இருக்கு. அதை எடுத்து ஒரு முடக்கு தான் குடிச்சு, அது குடிச்சு அது ஒரு மாடு இருந்தது, அப்படியே அது தூக்கி அதை வச்சு போட்டு அந்த டைம்ல எனக்கு என்ன ஆச்சுன்னு அந்த ஒரு மணி நேரத்துக்குள்ள ஒரு மாதிரி தலை சுத்தி வந்து நான் படுத்துட்டு இருந்தப்ப அந்த பாப்பா என்ன நினைக்கிறது, கடைக்கு போயிருக்கான். அந்த டைம்ல இந்த மாதிரி ஆகும்னு எனக்கு தெரியாது. இவன் எதுக்கு வாங்கி அதை கலந்து வீட்டுக்குள்ள இதே குழந்தை എടുത്ത് കുടിച്ചിരുന്ന என்ன ആകുന്നത് சொல்லுங்க. അതായത് അവർ പറഞ്ഞു വരുന്നത് അവരുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ ഡ്രങ്കറാണ്, നല്ല രീതിയിൽ കുടിക്കും. അവിടെ ഫ്രിഡ്ജിൽ ജ്യൂസില് മദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരത് അറിയാതെ എടുത്ത് കുടിക്കുകയും ബോധം കെട്ട് അങ്ങനെ കടന്നുറങ്ങുകയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അതോടൊപ്പം തന്നെ പറയുന്ന കാര്യം, ഇത് കുട്ടി എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എന്താവുമായിരുന്നു എന്ന്. ആ ഒരു കാരണം കൊണ്ടാണ് ആ സമയത്ത് കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നതെന്നാണ് അമ്മയുടെ എക്സ്പ്ലനേഷൻ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യം, കുട്ടി മരിച്ചിട്ടും എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രസ് മീറ്റിൽ വന്നിരുന്നിട്ട് ഇത്ര ധൈര്യത്തോടു കൂടി, ഒരു സങ്കടവും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പേഴ്സണും ഡിഫറെന്റ് ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കാരണം കുട്ടി മരിച്ച ശേഷം ദിവസങ്ങൾ പോലും ആയിട്ടില്ല. എങ്ങനെയാണ് അവർക്ക് ഇതിനെ വർത്തമാനം പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ, അഥവാ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇപ്പൊ വെച്ചത് അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.